മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നു, നിങ്ങൾ വൃത്തിയാക്കണം. അമ്പെ പരാജയപ്പെട്ടു പോയിട്ടുള്ളതാണ്. ഇത് ഒരു ആലോചനയും ഇല്ലാതെ ഇവര് ഡൽഹി പൊളിറ്റിക്കൽ ടൂറാണ് നടത്തിയത്. അപ്പോൾ ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കാതെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഇത് വലിയ പ്രതിഷേധം. കഴിഞ്ഞ കാലങ്ങളിൽ ആറ്റുകാൽ പൊങ്കാല എത്ര ഭംഗിയായിട്ടാണ് നടത്തിയിട്ടുള്ളത്. വളരെ സീരിയസ് ആയിട്ട് നഗരസഭയിൽ ഉണ്ടായിട്ടുള്ള ഈ മാലിന്യ പ്രശ്നങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ ജനാധിപത്യ വേദികളിൽ നിന്ന് മേയർ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. കൗൺസിൽ പിരിച്ചുവിട്ട് എല്ലാ അജണ്ടകളും ഒരു ചർച്ചയും കൂടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. ആറ്റുകാൽ പൊങ്കാല വർഗീയവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. അടിയന്തരമായിട്ട് ഈ കോർപ്പറേഷൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് മാലിന്യം. നിങ്ങൾക്കറിയാമോ, ഈ 2 ദിവസങ്ങൾക്ക് മുമ്പ് മണ്ണന്തല ജംഗ്ഷനിൽ കോർപ്പറേഷന്റെ മാർക്കറ്റ് കെട്ടിടത്തിന് തൊട്ടടുത്ത് അയ്യങ്കാളിയുടെ സ്മാരകമായിട്ടുള്ള ഒരു പ്രതിമയും ഒരു സാംസ്കാരിക കേന്ദ്രവുമുണ്ട്. ആ കേന്ദ്രത്തിന്റെ തൊട്ടടുത്ത് ടണ്ണ് കണക്കിന് 3.5 ടൺ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് അവിടെ വെച്ചു. അത് തീ പിടിച്ചു. രാത്രി ഈ പോലീസും ഫയർഫോഴ്സും ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് നമ്മുടെ നഗരത്തിനകത്ത് നിന്ന് വലിയൊരു തീപിടുത്തത്തിൽ നിന്ന് ഒഴിവായത്. ഞങ്ങൾ കഴിഞ്ഞ 4 ദിവസത്തിന് മുമ്പ് കൗൺസിലർമാരും MP-യും കൂടെ ചേർന്ന് ഈഞ്ചക്കിലുള്ള KSRTC ഡിപ്പോയുടെ സ്ഥലം പോയി കണ്ടതാണ്. അന്ന് മാധ്യമ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നതാണ്. വളരെ ഗൗരവമായിട്ട് ടണ്ണ് കണക്കിന് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് അവിടെ ഇട്ടിരിക്കുകയാണ്. അവിടുത്തെ റെസിഡൻസ് അസോസിയേഷന്റെ ആളുകളും അവിടുത്തെ കട നടത്തുന്നവരും മറ്റു തുടങ്ങിയിട്ടുള്ള ജനങ്ങളും എല്ലാം ഈ ബുദ്ധിമുട്ടിനെ സംബന്ധിച്ച് നിരന്തരം മേയറോട് പറയുകയാണ്. ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. 4 ദിവസത്തിന് മുമ്പ് ഞങ്ങൾ അവിടെ സന്ദർശിക്കുമ്പോൾ അവിടെ അന്ന് തന്നെ ഭയങ്കരമായിട്ടുള്ള ദുർഗന്ധം നിറഞ്ഞു നിൽക്കുകയാണ്. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയായി മാറുകയാണ്. കാരണം ഈ ആറ്റുകാൽ പൊങ്കാലയിൽ നിന്നുണ്ടായിട്ടുള്ള വേസ്റ്റ്, ഫുഡ് വേസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ പ്ലാസ്റ്റിക് വേസ്റ്റുകളും കൊണ്ടുവന്ന് അവിടെ ഒരു ഡംപ് യാർഡാക്കി മാറ്റുകയാണ് ഈ കോർപ്പറേഷൻ ചെയ്തത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് അതിന്റെ ദൃശ്യങ്ങൾ, നാട്ടുകാരെടുത്തിട്ടുള്ള ദൃശ്യങ്ങൾ വേണമെങ്കിൽ കാണിച്ചു തരാം. ലോറി കണക്കിന് 19 ലോറികളിൽ ഒരു ദിവസം രാത്രി കൊണ്ട് ഈ പറയുന്ന ആറ്റുകാൽ പൊങ്കാലയുടെ മുഴുവൻ വേസ്റ്റും അവിടെ കൊണ്ടുവന്ന് ഇന്നിപ്പോ തലസ്ഥാനത്തിന്റെ ഏറ്റവും ഹൃദയഭാഗങ്ങളിൽ ഒന്നായിട്ടുള്ള ഈഞ്ചക്കൽ ജംഗ്ഷനിൽ കൊണ്ടുവന്ന് നിറച്ചിരിക്കുകയാണ്. മറ്റ് ഒരു സ്ഥലം എന്ന് പറയുന്നത് മണ്ണന്തലയാണ്. അവിടെ തീ പിടിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി. അവിടെ ബഹുമാനപ്പെട്ട മേയർ ഉൾപ്പെടെയുള്ളവരെ വന്ന് സന്ദർശിക്കണമെന്ന് പറഞ്ഞതാണ്. ആ സാംസ്കാരിക അയ്യങ്കാളിയുടെ പേരിലുള്ള സാംസ്കാരിക കേന്ദ്രം എന്ന് പറയുന്നത് പൂർണ്ണമായി കത്തിപ്പോകുന്ന സ്ഥിതിയിലേക്ക് വന്നു. ഇത് തന്നെയാണ് നമ്മുടെ നഗരത്തിലുള്ള മറ്റു പ്രദേശത്ത് ഉള്ള അവസ്ഥ എന്ന് പറയുന്നത്. അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന അവസരത്തിൽ അതിൽ നിന്നെല്ലാം മാറി മേയർ ഈ പറയുന്നത് പോലെ ജനാധിപത്യപരമായി ഇത്തരം പ്രശ്നങ്ങൾ വളരെ സീരിയസ് ആയിട്ട് നഗരസഭയിൽ ഉണ്ടായിട്ടുള്ള ഈ മാലിന്യ പ്രശ്നങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ ജനാധിപത്യ വേദികളിൽ നിന്ന് മേയർ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. ഇന്ന് മേയർ തന്നെ പറഞ്ഞു, ഞാൻ പറയുന്നത് മേയറുടെ സ്റ്റേറ്റ്മെന്റാണ്, 800 ടൺ മാലിന്യങ്ങൾ മാറ്റിയെന്നാണ് പറയുന്നത്. ഈ മാലിന്യങ്ങൾ എവിടെയാണ് കൊണ്ടുപോയി ഡംപ് ചെയ്തിരിക്കുന്നത്? ഇതുപോലുള്ള തുറസായിട്ടുള്ള സ്ഥലത്ത്, മണ്ണന്തലയും ഈഞ്ചക്കലും പോലുള്ള തുറസായ സ്ഥലത്ത് ആറ്റുകാൽ വിട്ടിട്ടുണ്ട്. അത് പിന്നെ അവര് പറയുന്ന ന്യായീകരണം എന്ന് പറയുന്നത് ആറ്റുകാൽ ട്രസ്റ്റിന്റെ പ്രോപ്പർട്ടി ആയതുകൊണ്ടാണ് ഈ മാലിന്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വരെ അതിനോ മറ്റ് ഒന്നും പറയാനില്ലെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കപ്പെടുന്നത്? ആറ്റുകാൽ തുറസായ സ്ഥലത്തും ഇത്തരം മാലിന്യങ്ങൾ കെട്ടിക്കിടന്നാൽ ഇവിടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലേ? എത്ര സ്ഥലങ്ങളിലാണ് ഈ പറയുന്നത് പോലെ തന്നെ കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് ഇത് ഒരു പ്രോപ്പറായിട്ട് ഇത് വേസ്റ്റ് മാനേജ്മെന്റ് നടത്താതെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കോർപ്പറേഷനുകൾ ചെയ്തിരുന്നത് പോലെ തന്നെ കൃത്യമായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയി അത്തരം സ്പോട്ടുകൾ എടുത്ത് ആ സ്പോട്ടിൽ കൊണ്ടുപോയി ഇത് സെഗ്രിഗേറ്റ് ചെയ്ത് ഈ ഫുഡ് വേസ്റ്റ് ഉൾപ്പെടെ മാറ്റി ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ മാറ്റി കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഇത് ഒരു ആലോചനയും ഇല്ലാതെ ഇവര് ഡൽഹി പൊളിറ്റിക്കൽ ടൂറാണ് നടത്തിയത്. ആ പൊളിറ്റിക്കൽ ടൂർ നടത്തിയപ്പോൾ ഇവിടെ മതിയായിട്ടുള്ള ഒരു ആലോചനയില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിളിച്ച് കോർപ്പറേഷന്റെ മേയർ ആ യോഗത്തിനകത്ത് പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് ഞങ്ങൾ പ്രോപ്പറായിട്ടുള്ള ക്ലീനിങ് ഈ വേസ്റ്റ് മാനേജ്മെന്റിനകത്ത് നടത്തുമെന്നോ ആണ് പറഞ്ഞത്. പക്ഷെ അമ്പെ പരാജയപ്പെടുന്ന രൂപത്തിലേക്ക് ഇത് പല പ്രദേശങ്ങളിലുമായിട്ട് കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ്. കഴക്കൂട്ടത്താണെന്നുണ്ടെങ്കിൽ ഗ്രീൻഫീൽഡ് സീഡത്തിനകത്ത് കൊണ്ടുവന്നൊരു ഡംപ് യാർഡാക്കി മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ പോയി നോക്കുക, ഒരു ഡംപ് യാർഡാക്കി മാറ്റിയിട്ടില്ലേ എന്നുള്ളത് നമ്മൾ നോക്കുക. എന്തിനേറെ ഇന്നലെ പോയി
കെ സുകുമാരന്റെ പേരിലുള്ള പാർക്കിനകത്ത് പോയി അതിന്റെ നവീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് പോകുമ്പോൾ ആ പാർക്കിനകത്ത് പോലും വേസ്റ്റ് കൊണ്ടുവന്ന് ഡംപ് ചെയ്തിരിക്കുന്നതാണ് ഇന്നലെ കണ്ട ചിത്രം എന്ന് പറയുന്നത്. അപ്പൊ അത്തരം വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയം നമ്മൾ ഈ പറയുന്ന കൗൺസിൽ യോഗത്തിനകത്ത് ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് അത് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ് ആ കൗൺസിൽ പിരിച്ചുവിട്ട് എല്ലാ അജണ്ടകളും ഒരു ചർച്ചയും കൂടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് വളരെ വിചിത്രമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ഇതിനകത്ത് നടത്തിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. ഇവിടെ ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ കുറെ ശുചിത്വ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് നേതൃത്വം കൊടുത്തിട്ടുള്ള കുറെ ജീവനക്കാരെ മാറ്റാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത് അത് വലിയ അക്ഷരത്തിൽ ഈ പറയുന്ന മേയർ ഉൾപ്പെടെയുള്ളവർ പത്രസമ്മേളനം നടത്തി പറഞ്ഞതാണ് ഞങ്ങൾ ഇത്തരം നടപടികളിലേക്ക് പോയിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ കൗൺസിൽ അദ്ദേഹം പറയുന്നത് ആ പ്രശ്നത്തിന്റെ പേരിൽ ആറ്റുകാൽ ശുചിത്വ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിൽ ആരെയും കുറ്റക്കാരായി കണ്ടെത്തി ഈ പറയുന്നവരെ മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അവരെ ഇവിടെയൊന്നും ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. പക്ഷേ മുഖ്യധാര പത്രങ്ങളിൽ മുഴുവൻ ഇവിടുത്തെ ജീവനക്കാരെ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മേയർ ശ്രമിച്ചത്. പ്രോപ്പറായിട്ട് ഒരു ആലോചന നടത്താതെ ഇവിടുത്തെ വലിയ സീനിയേഴ്സ് ആയിട്ടുള്ള ജീവനക്കാരെ വിളിച്ചു കൂട്ടുക, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ മുൻ മേയർ അടക്കമുള്ള ശ്രീകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരായിട്ടുള്ള നേരത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ വിളിച്ചു കൂട്ടി ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ചർച്ച നടത്തി ഇതിന്റെ ക്രമീകരണം എങ്ങനെയെന്ന് പകരം ഇതിനെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. ആറ്റുകാൽ പൊങ്കാലെ വർഗീയവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. ആറ്റുകാൽ പൊങ്കാലെ ഗവൺമെന്റിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മേയർ ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ചോ, ആറ്റുകാൽ പൊങ്കാല നടക്കുന്നതിന്റെ തലേദിവസത്തെ ഇവരുടെ പ്രകടനം എന്ന് പറയുന്നത് കൗൺസിലർമാർ ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ കുടിവെള്ള ക്ഷാമം ഇവിടെ കൃത്രിമമായി നടത്താൻ വേണ്ടിയിട്ട് ചിലർ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തയുടെ അടിസ്ഥാനത്തിൽ വാട്ടർ അതോറിറ്റിയുടെ മുമ്പിൽ പോയിരുന്ന് ഇല്ലാത്ത വിഷയങ്ങളെ പെരുപ്പിച്ച് കാണിക്കുകയാണ് ഇവിടെ നമ്മുടെ ഈ ആറ്റുകാൽ പൊങ്കാലയുടെ അനുബന്ധിച്ച് നടന്നതെന്നുള്ളതാണ്. എവിടെയെങ്കിലും ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എവിടെയെങ്കിലും വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കാതിരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഈ ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചതല്ലേ? ആ ഗവൺമെന്റും പ്രത്യേകിച്ച് മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള 2-3 അവഹേളന യോഗവും അതിനുശേഷം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ കാലങ്ങളിൽ ആറ്റുകാൽ പൊങ്കാല എത്ര ഭംഗിയായിട്ടാണ് നടത്തിയിട്ടുള്ളത്. അതിനെയാണ് യഥാർത്ഥത്തിൽ ഈ പ്രാവശ്യത്തെ നമ്മുടെ ദേവസ്വം മന്ത്രി വാസവനോട് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഉൾപ്പെടെ വന്നിരുന്നിട്ടാണ് ഇവിടുത്തെ 28 വകുപ്പ് മേധാവിമാർ വന്നിരുന്നിട്ടാണ് ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയെ സംബന്ധിച്ച് അവലോകന യോഗം നടത്തി എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കാൻ. പക്ഷേ ഒറ്റ ഒരു വകുപ്പ് മാത്രമാണ്, കോർപ്പറേഷൻ മാത്രമാണ് ഈ ഇതിൽ നിന്നെല്ലാം വേർതിരിഞ്ഞ് ഈ പറയുന്ന പൊങ്കാലയെ തന്നെ പൊളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നേതൃത്വം കൊടുക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ ഈ തലസ്ഥാനത്തെ മാറ്റിയത്. നമ്മുടെ നഗരസഭയ്ക്കകത്ത് ഈ പറയുന്നത് പോലെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അടിയന്തരമായിട്ട് ഈ കോർപ്പറേഷൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഗ്രീൻ പ്രോട്ടോകോള് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മുടെ ഈ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കിയ ഒരു സ്ഥലമാണ്, ഒരു കോർപ്പറേഷനാണ് നമ്മുടെ നഗരസഭ എന്ന് പറയുന്നത്. അതിനെ പാടെ നിഷേധിക്കുന്ന രൂപത്തിലേക്ക് എല്ലാ അർത്ഥത്തിലും പ്ലാസ്റ്റിക്കും മറ്റ് ഫുഡ് വേസ്റ്റുകളും നിറയ്ക്കുന്ന രൂപത്തിലേക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഒരു നടപടി എടുക്കാതെ ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കാതെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഇത് വലിയ പ്രതിഷേധം നമ്മുടെ നാട്ടുകാരുടെ ഇടയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. റെസിഡൻസ് അസോസിയേഷൻകാരായിട്ടുള്ള പ്രതിപക്ഷ കോർപ്പറേഷൻ കൗൺസിലർമാരെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് റെസിഡൻസ് അസോസിയേഷൻ്റെ ആളുകൾ. മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നു, നിങ്ങൾ വൃത്തിയാക്കണം. അമ്പെ പരാജയപ്പെട്ടു പോയിട്ടുള്ളതാണ്. ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് മേയർക്കും ഈ നഗരസഭയ്ക്കും മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അടിയന്തരമായി ഞങ്ങൾ പറയുന്നത് ഇതിനകത്ത് മന്ത്രിമാർക്ക് ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ രേഖാമൂലം പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ പറയുന്ന ഗവൺമെന്റ് സംവിധാനം നഗരസഭയെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നതുകൊണ്ട് മുഖ്യമന്ത്രിയെ കണ്ട് ഞങ്ങൾ നഗരസഭയിലെ കൗൺസിലർമാർ ചെന്ന് കണ്ട് ഗവൺമെന്റ് സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ട് നഗരസഭയെ ശുചീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ മാലിന്യങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആരോഗ്യ സംരക്ഷണം നമ്മുടെ നഗരവാസികൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടാൻ വേണ്ടി ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാവും. കാര്യം ഇന്നിപ്പോ ഞങ്ങൾ മാത്രമല്ല പ്രതിഷേധത്തിന് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈഞ്ചക്കൽ നിന്നുള്ള റെസിഡൻസ് അസോസിയേഷൻ്റെ അവിടെ എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ അവിടെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക. ആ മാലിന്യങ്ങൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങളും വലിയ നാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഈച്ച ശല്യവും മറ്റു തുടങ്ങിയിട്ടുള്ള ശല്യവുമായി മാറിയിരിക്കുകയാണ്. അവരെല്ലാവരും കൂടി സംഘടിച്ചുകൊണ്ട് കോർപ്പറേഷന്റെ മുമ്പിലേക്ക് സമരത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്.
ഇവിടെ പഴയ മേയറുടെ നിൽപ്പുണ്ട് എവിടെയെങ്കിലും. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ അവർക്ക് ലിസ്റ്റ് എടുത്താൽ മതി. ആ ലിസ്റ്റ് എടുക്കുന്ന കൂട്ടത്തിൽ KSRTCയുടെ ഈ വരുന്ന സ്ഥലം പൊതുജനങ്ങളുടെ ശക്തമായിട്ടുള്ള എതിർപ്പിന്റെ ഭാഗമായി നഗരസഭയിൽ മാലിന്യം സംസ്കരിച്ചിട്ടില്ല. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പരിശോധിക്കും. വളരെ ആധികാരികമായി തന്നെ പറയുന്നു, ഈ സ്ഥലത്ത് ഇഞ്ചക്കല്ല KSRTCയുടെ വകയിലുള്ള ഈ സ്ഥലത്ത് നേരത്തെ ആറ്റുകാൽ പൊങ്കാലയുടെ മാലിന്യം കൊണ്ടൊന്നും നിക്ഷേപിക്കുന്ന പതിവില്ല. മറിച്ച് കൃഷി വകുപ്പിന്റെ കീഴിലുള്ള പെൺപാലവട്ടത്ത് കൃഷി വകുപ്പിന്റെ കീഴിലുള്ള സ്ഥലം, ആ സ്ഥലത്ത് നിക്ഷേപിക്കുന്ന പതിവുണ്ടായി. ആ പതിവിനെ ചെറുക്കുന്ന രൂപത്തിൽ നാട്ടുകാരെ കൂട്ടി ആറ്റുകാൽ പൊങ്കാലയെ അട്ടിമറിക്കാൻ അന്ന് ആ വാർഡിലെ BJP കൗൺസിലർ അടക്കമുള്ള ആളുകൾ നേതൃത്വം കൊടുത്തുകൊണ്ട് അവിടെ അത്തരം പ്രവർത്തനങ്ങൾ നടത്തി. അവിടെ ഇടാൻ സമ്മതിച്ചു. അത് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ LDFന്റെ നേതൃത്വത്തിലുള്ള നഗരസഭാ ഭരണകാലത്ത് നടന്ന ആറ്റുകാൽ പൊങ്കാല ഉത്സവത്തിന്റെ മാലിന്യം നിക്ഷേപിക്കുന്നത് പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഗ്രീൻ പ്രോട്ടോകോൾ കർശനമായി നടപ്പിലാക്കിക്കൊണ്ട് പ്ലാസ്റ്റിക് ഉപയോഗിക്കാത്ത തരത്തിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയുള്ള സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നഗരത്തിൽ മാലിന്യം ഇത് കഴിഞ്ഞാൽ ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അത് ഉണ്ടാക്കിയത് ആ ഭരണസമിതിയുടെ പ്രത്യേകതയായി. നമ്മളെ നഗരസഭയുടെ കീഴിലുള്ള യൂണിവേഴ്സിറ്റി കോളേജിനകത്തും സംസ്കൃത കോളേജിനകത്തും ടണ്ണുകണക്കിനാണ് സാധനങ്ങൾ ഇന്നലെ ഒരു ദിവസം കൊണ്ട് നമ്മുടെ പഞ്ചിയൂർ ബാബുവിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തതാണ്.